ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ജൂലൈ 8, 2026 മാർക്കറ്റ് വളരെ വോളറ്റൈലായിട്ടൊരു സെഷനായിരുന്നു. ഏകദേശം അവസാന മണിക്കൂറുകൾക്ക് ക്ലോസിങ്ങിനടുത്തുള്ള സമയത്താണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം വരുന്നത്. അതായത് ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ തീർന്നിരിക്കുന്നു, സീസ് ഫയർ എന്ന് പറയുന്ന ആ ഒരു സംഭവം നിർത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പ്രഖ്യാപനം വന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിൽ വളരെയേറെ 500-ലധികം പോയിന്റിന്റെ കറക്ഷൻ മാർക്കറ്റിൽ വന്നു. 23,800 അരികിലോളം നിഫ്റ്റി എത്തി. 24,300 എന്ന് പറയുന്ന ലെവലിന് മുകളിൽ ട്രേഡ് ചെയ്തിരുന്ന നിഫ്റ്റി ആയിരുന്നു. അവിടെ നിന്നാണ് കറക്ഷൻ ഷാർപ്പായിട്ട് ഒരു 500 പോയിന്റ് കറക്ഷൻ നിഫ്റ്റിയിലേക്ക് കൃത്യമായിട്ട് വന്നത്. എല്ലാ ഇൻഡെക്സുകളിലും എല്ലാ സെക്ടറുകളിലും ഇന്ന് നല്ല രീതിയിലുള്ള സെൽ ഓഫ് വന്നു. മാർക്കറ്റ് ഓവർ റിയാക്ട് ചെയ്തോ എന്നുള്ളതാണ് ട്രംപിന്റെ ഈ ഒരു പ്രസ്താവനയ്ക്ക് മുകളിൽ മാർക്കറ്റ് ഓവർ റിയാക്ട് ചെയ്തോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അദ്ദേഹം 2 ദിവസമായിട്ട് നാറ്റോ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ടർക്കിയിലെ അങ്കാറയിലായിരുന്നു. അവിടെ നിന്നും അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുന്നോടിയായിട്ടുള്ള പത്രസമ്മേളനത്തിലാണ് ഈ ഒരു കാര്യം അദ്ദേഹം ഉന്നയിച്ചത്. ഇന്നലെ രാത്രി അമേരിക്കൻ എയർബേസുകളിൽ നിന്നും കൃത്യമായിട്ടുള്ള ആക്രമണം ഇറാനിൽ നടന്നിരുന്നു. 8ഓളം സിറ്റികൾക്ക് മുകളിൽ നല്ല രീതിയിലുള്ള ആക്രമണം നടന്നു. അവരുടെ കരുത് ഐലൻഡുകൾക്ക് മുകളിൽ അവിടെ നിന്നാണ് അവരുടെ ഓയിൽ എക്സ്പോർട്ട് നടക്കുന്നത്. അവിടെയും നല്ല രീതിയിലുള്ള ആക്രമണം വന്നിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ ഏകദേശം 60ഓളം ഇറാൻ നാവിയുടെ ചെറിയ ചെറിയ ഷിപ്പുകൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശക്തമായിട്ടുള്ള ആക്രമണത്തിന് ശേഷമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇറാനും ശക്തമായി തിരിച്ചടിക്കും എന്നുള്ള രീതിയിലുള്ള പ്രതികരണം വന്നു. അതിനുശേഷം കുവൈറ്റ്, അതുപോലെ തന്നെ ബഹ്റൈനിലൊക്കെയുള്ള അവരുടെ അമേരിക്കൻ ബേസുകളിലേക്ക് ഇറാന്റെ ആക്രമണവും നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം മുഴുവനായിട്ട് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും 2-3 കാര്യങ്ങൾ മാർക്കറ്റിനെ പ്രൊവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന 3 വിഷയങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഉള്ളത്. ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൻ്റെ കീഴിൽ തുടരേണ്ട ആവശ്യമില്ല, അത് അമേരിക്കക്കാണ് ആവശ്യം. സോ അത് അമേരിക്കക്ക് കിട്ടുന്നതായിരിക്കും നല്ലത്. അപ്പം ലോകത്തിൻ്റെ സമാധാനത്തിന് ഗ്രീൻലാൻഡ് അമേരിക്കയുടെ കീഴിലേക്ക് വരുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു പ്രസ്താവന. അത് യഥാർത്ഥത്തിൽ മാർക്കറ്റിനെ വേറൊരു യുദ്ധം തുടങ്ങാൻ പോവുകയാണോ എന്നുള്ള രീതിയിലേക്കുള്ള, അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒരു കോൺട്രവേഴ്സി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഓൾറെഡി അങ്ങനെ ഒരു കോൺട്രവേഴ്സി നിലനിൽപ്പുണ്ട്. അതായിരുന്നു ഒന്ന്. മാർക്കറ്റ് അത് വേണ്ട രീതിയിൽ ഗൗനിച്ചില്ല എന്ന് തോന്നുന്നു. രണ്ടാമത് പറഞ്ഞത് സ്പെയിനുമായിട്ട് ബന്ധപ്പെട്ട വളരെ കൃത്യമായിട്ടുള്ള ആരോപണമായിരുന്നു. അതായത് ഈ പശ്ചിമേഷ്യ സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ ബേസുകൾ ഉപയോഗിക്കാൻ സ്പെയിൻ അനുവദിച്ചില്ല എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ആരോപണം. അതുകൊണ്ട് തന്നെ സ്പെയിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ട്രേഡുകളും നിർത്തണം എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സ്പെയിൻ അത് സ്വാഭാവികമായിട്ട് പ്രതികരിക്കുകയും ചെയ്തു. അത് ട്രംപ് അത് സ്വാഭാവികമായ രീതിയിൽ പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു റെസ്പോൺസാണ് സ്പെയിൻ്റെ ഭാഗത്ത് വന്നത്. മൂന്നാമത്തെ കാര്യമാണ് ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ കഴിഞ്ഞിരിക്കുന്നു, അവരുമായിട്ട് വെറുതെ സമയം കളഞ്ഞ് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അവർ കളവ് പറയുന്ന ലയറുമായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള വളരെ ആക്ഷേപപരമായിട്ടുള്ള ഒരു വാക്കാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അവരുമായിട്ട് ചർച്ച ചെയ്യുന്നില്ല, ഇനി അങ്ങോട്ട് നമ്മൾ നിർത്തുന്നു എന്നുള്ള രീതിയിലാണ്, സീസ് ഫയർ കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പത്രസമ്മേളനത്തിൽ അവർ കൂടുതലായിട്ടും അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഇറാൻ വയലൻസിൻ്റെ പാതയിലേക്ക് വന്നു, ഇനി നമുക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല, ആ രീതിയിലൊക്കെ പറഞ്ഞു. ഇറാനും പ്രതികരിച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഇന്ന് നോക്കേണ്ടത് സീസ് ഫയർ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി ബോംബിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളതാണ്. ഇന്ന് രാത്രി ആദ്യമേ ബോംബാക്രമണം ഉണ്ടാകുമോ, വ്യോമാക്രമണം ഇറാനിൽ ഉണ്ടാകുമോ? ഇറാനിൽ ഖമേനിയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നാളെ വരെ ഉണ്ട്. സോ അത് എത്രമാത്രം ഇറാൻ റിറ്റാലിയേഷന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളതിൻ്റെ അതിനുശേഷമായിരിക്കും ചിലപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്നും കൂടുതലായിട്ടുള്ള അനൗൺസ്മെൻറ്റുകളോ കാര്യങ്ങളോ വരാൻ സാധ്യത. അപ്പോൾ ഇന്ന് രാത്രി വീണ്ടും വ്യോമാക്രമണം അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പോയിന്റുകൾ ഉണ്ടാകുമോ എന്നുള്ളത് നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ യുദ്ധത്തിലേക്ക് തുറന്നു പോകുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഭാഗത്തും വീക്ക്നെസ് ആണ്. അതിപ്പോൾ ഇറാൻ്റെ ഭാഗത്തായാൽ അവരുടെ ഫണ്ടും ഒക്കെ ഓൾറെഡി ടാപ്പേർഡ് ആണ്. അതേസമയം അമേരിക്കയെ സംബന്ധിച്ചിട്ട് മിസൈലുകൾ ഓൾറെഡി തീർന്നു കഴിഞ്ഞു. അവരുടെ മിസൈൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ റീഫില്ലിംഗ് വളരെ സ്ലോ ആയിട്ടാണ് അവരുടെ ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ
ചിലപ്പോൾ അത് ആയുധങ്ങളുടെ ലഭ്യത ഇല്ലായ്മയും അതുപോലെ തന്നെ മിസൈൽ പോലുള്ള വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കേണ്ട കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് കുറവാണ്. അപ്പോൾ അത് ഒരു വിഷയമാണ്. രണ്ടാമത് അമേരിക്കയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രഷർ എന്ന് പറയേണ്ടി വരും. നവംബറിൽ അവിടെ ഇലക്ഷൻ നടക്കാൻ പോവാണ്. ട്രംപിൻ്റെ പരിശോധന ഓൾറെഡി ട്രംപിന് ജനസമ്മതി കുറഞ്ഞുകൊണ്ടുവരികയാണ്. മറ്റൊന്ന് ഇൻഫ്ലേഷൻ. അവിടുത്തെ $4 പെർ ഗാലനാണ് ഇപ്പോൾ എണ്ണ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രംപ് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ തന്നെ അവിടുത്തെ വലിയ വലിയ പെട്രോൾ ഇന്ധന കമ്പനികളെ വിളിച്ചുകൊണ്ട് എനിക്ക് അമേരിക്കൻ പെട്രോൾ ബങ്കുകളിൽ $2.50 എണ്ണ ലഭ്യമാകുന്ന രീതിയിലേക്ക് വരണം. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതിൽ കുറവ് വരുത്തണം. $2.50 പെർ ഗാലൻ എന്ന രീതിയിൽ അമേരിക്കൻ പമ്പുകളിൽ ഇന്ധനം ലഭ്യമാക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സോ അത് കാരണം ഇപ്പോൾ $4 വിൽക്കുന്നത്. ഇൻഫ്ലേഷൻ പ്രഷർ വളരെ കൂടുതലാണ്. അത് ഈ ഇലക്ഷൻ അടുത്ത് വരുന്നു. അമേരിക്കയിലെ ഇൻഫ്ലേഷൻ, ബാങ്ക് റേറ്റ്, പലിശ നിരക്കുകൾ ഇതൊക്കെ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എക്കോണമിയെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വീണ്ടും ഒരു വാറിലേക്ക് പോകുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് ഇന്നത്തെ മാർക്കറ്റ് ഓവറായിട്ട് റിയാക്ട് ചെയ്താണെന്ന് സംശയമുണ്ട്. കാരണം FII സെല്ലിങ് നല്ല രീതിയിൽ വന്നിട്ടുണ്ടാകും. കാരണം കഴിഞ്ഞ ഒരു ജൂൺ മാസത്തിൽ FIIs പതുക്കെ ഒരു ബൈയിങ് മോഡിലേക്ക് വരുന്ന സമയമായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ വലിയൊരു ഹെവി ആയിട്ടുള്ളൊരു കാരണം കിട്ടിയ ഒരു സെല്ലിംഗ് സൈഡിലേക്ക് പോയിട്ടുണ്ടാവുക. ഇന്നത്തെ ഡാറ്റ ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഡാറ്റ വരുമ്പോൾ എനിക്ക് തോന്നുന്നു FIIs വൺ സൈഡ് സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ചിലപ്പോൾ വാങ്ങണമെന്നില്ല. ചിലപ്പോൾ ഈ ഒരു പാനിക് കണ്ടീഷൻ പ്രമാണിച്ചായിരിക്കും അവർ വാങ്ങാതെ വിട്ടു നിന്നിട്ടുണ്ടാവും. സോ വൺ സൈഡ് സെല്ലിംഗ് വരുന്ന സമയത്ത് സാധാരണയായിട്ട് പണ്ടൊക്കെ മാർക്കറ്റിൽ FII സെല്ലിംഗ് വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഇതുപോലെയാണ് മാർക്കറ്റ് ക്രാഷ് ചെയ്യാറുള്ളത്. സോ DISന്റെ ബൈയിങ് കുറവായിരിക്കാം, FIIs വൺ സൈഡ് സെല്ല് ചെയ്തിരിക്കാം. അതാണ് മാർക്കറ്റിൽ ഇത്രയും വലിയ ഡീപ്പായിട്ടുള്ള ഒരു കറക്ഷൻ വന്നിട്ടുണ്ടാവുക. സോ ഇനി രണ്ടാമത്തെ കാര്യം, ക്രൂഡിൻ്റെ വില ഏറ്റവും കൂടുതൽ ഈ കയറിപ്പോയി കഴിഞ്ഞാൽ $75 മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ $78 അടുത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഈ എണ്ണ വിലയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടവും ബാധിക്കാൻ പോകുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിയെ തന്നെയാണ്. ഗവൺമെൻറ് അത് ഡീൽ ചെയ്യുന്നത് തന്നെയാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഓവർ റിയാക്ഷൻ മാർക്കറ്റിൽ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നേരെ അമേരിക്കയിൽ എത്തി, അല്ലെങ്കിൽ ഇപ്പോൾ അങ്കാറയിൽ നിന്നും വിമാനമാർഗം അമേരിക്കയിൽ എത്തുന്ന സമയത്ത് എയർഫോഴ്സ് വൺ അമേരിക്കയിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ട്രംപാണ്. ട്രംപ് ഇനി മാറ്റി പറയുമെന്ന് അറിയില്ല. നമുക്കറിയാം അദ്ദേഹം എപ്പോഴും വളരെയേറെ അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ ഒരിക്കലും അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ വേർഡുകൾ ട്വിസ്റ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ട്രംപ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കില്ല. ഇപ്പോൾ പറയാൻ പോകുന്ന ചില ന്യായീകരണങ്ങൾ ഇതായിരിക്കാം. പാകിസ്ഥാൻ വിളിച്ചു, അല്ലെങ്കിൽ സൗദി റിക്വസ്റ്റ് ചെയ്തു, UAE നിന്നും ഭയങ്കരമായിട്ടുള്ള പ്രഷർ ഉണ്ടായി, അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ആക്ഷനൊന്നും എടുക്കുന്നില്ല, തൽക്കാലം ഈ ഒരു ഡിസിഷൻ പെൻഡിങ് വെക്കുകയാണ്, ചർച്ചകൾ തുടരും, JD വാൻസ് പോയിട്ട് ഖത്തറിൽ ഇവരുമായിട്ട് സംസാരിക്കുമെന്നൊക്കെയുള്ള ആ ഒരു തരത്തിലുള്ള ടോണായിരിക്കും വരാൻ സാധ്യത എന്നെനിക്ക് തോന്നുന്നു. കാരണം കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും യുദ്ധമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇസ്രായേലിനല്ലാതെ മറ്റാർക്കും വലിയ താല്പര്യമുള്ള കേസൊന്നുമല്ല. ഇന്നലെ ഒരു പ്രശ്നമുണ്ടായി, അതിന് റിറ്റാലിയേഷൻ നടത്തി. ആർമി തന്നെ, US-ൻ്റെ സെൻട്രൽ ആർമി തന്നെ പറഞ്ഞിരിക്കുന്നത് അവിടെ കഴിഞ്ഞു, ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ഇറാൻ ഹോർമൂസിലൂടെ പോകുന്ന ഷിപ്പുകളെ ആക്രമിക്കരുത് എന്ന രീതിയിൽ അതവിടെ ഓൾറെഡി മൂടിക്കഴിഞ്ഞു. ഇനി അതിന് വീണ്ടും തുറന്ന് ഇത് മുന്നോട്ട് എസ്കലേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് രണ്ട് രാജ്യങ്ങൾക്കും നല്ല രീതിയിലുള്ള സഫറിങ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. സോ ഇനി ട്രംപ് മാറ്റി പറയുന്നതാണ് വീണ്ടും നമുക്ക് കാണാനുള്ളത്. അദ്ദേഹം പറയാൻ സാധ്യതയുണ്ട്. ഇനി US സാങ്ഷൻ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഇറാൻ്റെ എണ്ണയ്ക്ക് മുകളിലുള്ള സാങ്ഷൻ അത് എടുത്തു മാറ്റുമോ എന്നാണ് അറിയേണ്ടത്. അതുകൂടി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും. ഇല്ല, നമ്മളങ്ങനെ ആക്രമിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ചർച്ചകൾ തുടരും, അടുത്ത ആഴ്ചയോടുകൂടി വീണ്ടും ചർച്ചകൾ പുരോഗമിക്കുമെന്ന് പറയുന്നതിലൂടെ മാത്രമാണ് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഉണ്ടാവുക. ട്രംപ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ട്രംപ് ഇനിയിപ്പോൾ എയർഫോഴ്സ് വൺ അമേരിക്കയിൽ ലാൻഡ് ചെയ്തിട്ടുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം എന്താ പറയാൻ പോകുന്നത് നമുക്കറിയില്ല. ആ സമയം ഈ അമേരിക്കൻ മാർക്കറ്റുകളും ഇനി ഓപ്പൺ ചെയ്യാനുണ്ട്, നോക്കാം. ഏതായാലും JD വാൻസ് അഗെയിൻ വിൽ ഫ്ലൈ ടു മിഡിൽ ഈസ്റ്റ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവസാനം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ചർച്ചകളായി തുടരും. ട്രംപ് അദ്ദേഹത്തെ പറഞ്ഞേക്കും. ട്രംപ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മറ്റുള്ളവരുടെ മുറകെ ചിലപ്പോൾ മാറ്റിക്കൊണ്ടായിരിക്കും ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, നല്ലത് മാത്രം പ്രതീക്ഷിക്കും, നല്ലത് മാത്രം സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഏതായാലും വീണ്ടും മാർക്കറ്റ് ഒന്ന് വോളറ്റൈലായി.
നാളെയോട് കൂടി സ്റ്റേറ്റ്മെൻറ്റ് തിരിച്ചു വരികയാണെങ്കിൽ മാർക്കറ്റിലൊരു റീബൗണ്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ചാനൽ എത്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കും കൂടുതൽ വീഡിയോകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരും നന്ദി, നമസ്കാരം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു. താങ്ക് യു.